അയാൾ ഒരു സ്ത്രീയെ പിന്തുടർന്ന് ലിഫ്റ്റിൽ കയറി. അകത്ത് കയറിയ ഉടൻ അയാൾ അവളെ ശല്യപ്പെടുത്താൻ തുടങ്ങി. പക്ഷേ അവൾ ഉടൻ തന്നെ അവനെ തള്ളിമാറ്റി. ലിഫ്റ്റിന്റെ വാതിലുകൾ തുറന്നപ്പോൾ അവൾ ആത്മവിശ്വാസത്തോടെ പുറത്തേക്ക് നടന്നു. പെട്ടെന്ന് ലിഫ്റ്റിന് തകരാറ് സംഭവിച്ചു. എത്ര ബട്ടൺ അമർത്തിയിട്ടും അത് അനങ്ങിയില്ല. പുറത്തുനിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേട്ട് അയാൾ സഹായത്തിനായി ലിഫ്റ്റിന്റെ ചുവരുകളിൽ ശക്തിയായി ഇടിച്ചു. പക്ഷേ ആരും പ്രതികരിച്ചില്ല. നിസ്സഹായനായ അയാൾ സർവ്വശക്തിയുമെടുത്ത് വാതിലുകൾ തുറക്കാൻ ശ്രമിച്ചു. ഉള്ളിലെ വാതിലുകൾ അകറ്റാൻ അയാൾക്ക് കഴിഞ്ഞു. തുടർന്ന് പുറത്തെ വാതിലുകളിൽ ശ്രദ്ധിച്ചു. സുരക്ഷാ ലോക്ക് പ്രവർത്തിച്ചിരുന്നതിനാൽ ഒരു ചെറിയ വിടവുണ്ടാക്കാൻ മാത്രമേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. ഇടനാഴിയിലേക്ക് അയാൾ ഉച്ചത്തിൽ നിലവിളിച്ചു. പക്ഷേ പുറത്തെ ഓഫീസുകൾ ഒരു ശ്മശാനം പോലെ നിശബ്ദമായിരുന്നു. പ്രതികരണമൊന്നുമില്ല. ആ വിടവിലൂടെ ഞെങ്ങി പുറത്തുകടക്കാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ വലിയ ശരീരം അതിലൂടെ കടന്നില്ല. ആ നിമിഷം ലിഫ്റ്റ് താഴേക്ക് പതിക്കുകയാണെങ്കിൽ അയാളുടെ തല അറ്റുപോകുമായിരുന്നു. പെട്ടെന്ന് അയാളുടെ ഫോൺ ശബ്ദിച്ചു. അത് ഭാര്യയായിരുന്നു. ആരോ അവരുടെ മുൻവാതിലിൽ ശക്തിയായി ഇടിക്കുന്നുവെന്ന് പറഞ്ഞു. താൻ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് വീട്ടിലെത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അയാൾ എല്ലാ വാതിലുകളും ജനലുകളും പൂട്ടി പോലീസിനെ വിളിച്ച് ഒളിച്ചിരിക്കാൻ നിർദ്ദേശിച്ചു. തുടർന്ന് അയാൾ സുഹൃത്തിനെ വിളിച്ച് ഭാര്യയെ ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ടു. 4 മണിക്കൂറിന് ശേഷം ഒരു കൂട്ടം ആളുകൾ പരിഭ്രാന്തരായി ലിഫ്റ്റിന് പുറത്ത് ഓടാൻ തുടങ്ങി. ഒരു സ്ത്രീ പെട്ടെന്ന് നിലത്തേക്ക് തകർന്നു വീണു. അത് അന്ന് രാവിലെ കണ്ട അതേ സ്ത്രീയായിരുന്നു. എന്തോ ഒന്ന് അവളെ വലിച്ചിഴയ്ക്കുന്നതായി തോന്നി. അവൾ രക്ഷിക്കാനായി ലിഫ്റ്റിലേക്ക് കയറാൻ യാചിച്ച് അവന്റെ അടുത്തേക്ക് കൈനീട്ടി. അവരുടെ കൈകൾ മുറുകെ പിടിച്ചെങ്കിലും ഒടുവിൽ ഏതോ ശക്തി അവളെ വലിച്ചുകൊണ്ടുപോയി. ആ മനുഷ്യൻ പൂർണ്ണമായും അമ്പരന്നു പോയിരുന്നു. പരിഭ്രാന്തിയോടെ കിതച്ചുകൊണ്ട് പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ അയാൾ ധൈര്യം സംഭരിച്ചു. ലിഫ്റ്റിന്റെ വാതിലുകളിലേക്ക് സാവധാനം അടുത്തപ്പോൾ ഭീകരരൂപികളായ 2 സോംബീസ് പ്രത്യക്ഷപ്പെട്ടു. അലറിക്കൊണ്ട് ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു അവർ ലിഫ്റ്റിനുള്ളിലേക്ക് ഞെങ്ങിക്കയറാൻ തീവ്രമായി ശ്രമിച്ചു. പക്ഷേ അവർക്ക് പ്രവേശിക്കാൻ ആ വിടവ് വളരെ ചെറുതായിരുന്നു. പിന്നിൽ നിന്നുള്ള ഒരു ശബ്ദം അവരുടെ ശ്രദ്ധ തിരിക്കുകയും അവരെ അവിടുന്ന് അകറ്റുകയും ചെയ്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അയാൾ ആകെ ആശയക്കുഴപ്പത്തിലായി. അയാളുടെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. അത് സുഹൃത്തായിരുന്നു. തെരുവുകൾ കുഴപ്പത്തിലായതായി അയാൾ റിപ്പോർട്ട് ചെയ്തു. എന്തോ വലിയ സംഭവം നടന്നിരിക്കുന്നു. തെരുവുകൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. തനിക്കിപ്പോഴും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ലെന്നും സുഹൃത്ത് പറഞ്ഞു. പെട്ടെന്ന് ലിഫ്റ്റിന്റെ ഇന്റർകോം പ്രവർത്തിച്ചു. അത് കെട്ടിടത്തിലെ അറ്റകുറ്റപ്പണി ജീവനക്കാരനായിരുന്നു. അയാൾ സഹായത്തിനായി അടിയന്തരമായി വിളിച്ചു. പക്ഷേ ഏതാനും വാക്കുകൾക്ക് ശേഷം മറ്റൊരു ഭയങ്കരമായ നിലവിളി അതിലൂടെ കേട്ടു. എസ്മസ് എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് അയാൾക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് ഇതിലും ഭീകരമായിരിക്കുമെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല.